ഹോട്ടലുകളിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി പലവിധ ആശയങ്ങളും നടത്തിപ്പുകാർ ഏകോപിപ്പിക്കാറുണ്ടല്ലേ. എന്നാൽ അത്തരത്തിലൊരു ആശയം ഇപ്പോൾ വിനയായിരിക്കുകയാണ്. ചൈനയിലെ ലെഹെലഡു ലിയാൻജിയാങ് ഹോളിഡേ ഹോട്ടലിൽ അതിഥികളെ ഉറക്കത്തിൽ നിന്നും ഉണർത്തുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന റെഡ് പാണ്ടകളാണ്. ഇതിനായി 24,160 രൂപയാണ് ഈ ഹോട്ടൽ അതിഥികളിൽ നിന്ന് ഈടാക്കുന്നത്. നമുക്കിപ്പം ആതിര പുതുവയലിൽ ചേരുന്നുണ്ട്. ആതിര, എന്താണ് സംഭവം? ആളുകളെയൊക്കെ ഉണർത്താൻ വേണ്ടി ഹോട്ടൽ അധികൃതർ പാണ്ടകളെയാണ് ഉപയോഗിക്കുന്നത്. എന്താണ് ചൈനയിൽ സംഭവിച്ചത്? ജയലക്ഷ്മി പറഞ്ഞ പോലെ വളരെ കൗതുകകരമായ ഒരു വാർത്തയാണ്, അല്ലെങ്കിൽ കൗതുകപരമായിട്ടുള്ളൊരു കാഴ്ചയാണിത്. നമ്മളുടെ കേരളത്തിലൊക്കെ പല രീതിയിൽ ഇതുപോലെ കണ്ടിട്ടുണ്ട്. ഇതുപോലത്തുള്ള പക്ഷിമൃഗാദികളൊക്കെ ട്രെയിൻ ചെയ്തിട്ട് നമ്മൾക്ക് ഇതുപോലെ കയ്യിലെടുക്കാനും നമ്മുടെ തോളത്തൊക്കെ വന്നിരിക്കുന്നത്, അതുപോലെ ഒരു കാഴ്ചയാണിത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു റെഡ് പാണ്ട എന്ന് പറയുന്ന ജീവി വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ്. ഇതിൻ്റെ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ 10,000-ൽ താഴെ മാത്രമേ ഈ ജീവി ഇപ്പോഴുള്ളൂ. പക്ഷേ പിന്നീട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ജീവി ഇപ്പം നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഞാൻ തോന്നുന്നു തത്സമയത്തിൽ നമ്മൾ ഈ വാർത്തയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. കടുവയാണോ പുലിയാണോ എന്ന് എനിക്കറിയില്ല, കറക്റ്റ് ഓർമ്മ വരുന്നില്ല. അങ്ങനെ നമ്മൾ കൊണ്ടു നടന്നപ്പോഴത്തേക്കും ഒരാൾ അതിൻ്റെ ട്രെയിൻ ചെയ്യിക്കുന്ന ആളും ഉണ്ട്, ഇപ്പം വേറൊരാളും ഉണ്ട്. ഇങ്ങനെ നടന്ന് അതിങ്ങനെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേണ്ടിയൊക്കെ നടന്നപ്പോൾ പെട്ടെന്ന് ഇത് തിരിച്ച് ആക്രമിക്കുന്നത്. അപ്പോൾ ഇത് എപ്പോഴാണ് ആക്രമിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റാത്ത, ഇപ്പോൾ ട്രെയിൻ ചെയ്യിപ്പിച്ചാണെങ്കിലും എപ്പോഴാണ് ആക്രമിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഇത് ബെഡിൽ കിടക്കുന്നു, കുട്ടികളുടെ കൂടെ ഒക്കെ കിടക്കുന്നു. അപ്പോൾ വാക്സിൻ എടുത്തിട്ടുള്ളതാണോ, അപ്പോൾ ഇത് തിരിച്ച് പെട്ടെന്ന് ആക്രമിക്കുമോ ഒന്നും അറിയില്ല. അപ്പം ഇതിൻ്റെ തന്നെ ചോങ്കിങ് ഫോറസ്ട്രി ബ്യൂറോ ഈ ഹോട്ടലുകാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്, അവർക്ക് വാർണിംഗ് കൊടുത്തിരിക്കുകയാണ്. ഉടനെ തന്നെ ഇത് മാറ്റണം, ഇനി ഇതുപോലത്തെ ഉള്ള കാര്യങ്ങൾ ഹോട്ടലിൽ ചെയ്യരുത്. ഇപ്പോൾ ഹോട്ടലിൽ നല്ല ബിസിനസ്സൊക്കെ കാര്യമായിട്ട് നടന്നിട്ടുണ്ട്. കാരണം ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കാര്യം ഇങ്ങനെ വരുമ്പോൾ ആൾക്കാരൊക്കെ ചെല്ലുമല്ലോ. നമ്മൾ പോലും ഇതുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു ജീവി നമ്മളെ വേക്കപ്പ് കോളിനായിട്ട് വരുന്നു, നമ്മളെ വന്ന് ഉണർത്തുന്നു, ഇത് നമ്മളുടെ അടുത്തേക്ക് വരുന്നു എന്ന് പറയുമ്പം ആർക്കും ഒരു പ്രത്യേക അട്രാക്ഷനും ചെല്ലാനും അതെന്താണ് എന്ന് അറിയാനൊക്കെ ഉള്ളൊരു കൗതുകം കാണും. അങ്ങനെ ആ ഹോട്ടലുകാർ നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഫോറസ്ട്രി ബ്യൂറോക്കാർ ഇത് വിലക്ക് പറഞ്ഞിരിക്കുന്നത്, വാണിംഗ് കൊടുത്തിരിക്കുന്നത്, ഇനി ചെയ്യരുതെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഏറ്റവും കൗതുകം എന്ന് വിചാരിച്ചത്, ഒരു ദിവസം ഈ ഒരു പാണ്ട വന്ന് നമ്മളുടെ ഇങ്ങനെ വേക്കപ്പ് കോൾ ചെയ്യുന്നതിന് അവർ ഏർപ്പെടുത്തിയിരിക്കുന്ന തുക എന്ന് പറയുന്നത് 24,160 രൂപയാണ്. ഈ ഒരു റെഡ് പാണ്ട വന്ന് ഇത് ചെയ്യുന്നതിനാണ് ഇത്രയും വലിയൊരു തുക അവർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ എന്ത് കൗതുകവുമാണ്, പക്ഷേ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ്. അതുപോലെ തന്നെ ഈ രീതിയിലുള്ള വാക്സിനേറ്റഡ് ആണോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ആപത്തുകൾ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളും കൂടി ഹോട്ടലുകാർ ശ്രദ്ധിക്കണമായിരുന്നു. ശരി ആതിര, എന്തായാലും വളരെ കൗതുകമൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് ഇത് കാണുമ്പോൾ. പക്ഷെ അതിന്റെ പിന്നാമ്പുറത്ത് മറ്റ് പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ആതിര പറഞ്ഞത്. അതായത് വംശനാശ ഭീഷണി നേരിടുന്ന റെഡ് പാണ്ടകളാണ് ഇത്. 10,000-ൽ താഴെ മാത്രമേ ഉള്ളൂ ഈ ജീവികളെന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സംരക്ഷണം ഒരുക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഈ ഒരു വാക്സിനേഷനൊക്കെ എടുത്തിട്ടുള്ളതാണോ, ഇതൊക്കെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഹോട്ടൽ അധികൃതർ വാക്സിനേറ്റഡ് ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ അതിന് ശാസ്ത്രീയമായ പരിശോധനകളൊക്കെ ആവശ്യമാണ്. എന്തായാലും ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആതിര നൽകുന്ന വിവരം.